ഹലോ ഓൾ, വെൽക്കം ടു ഓട്ടോപീഡിയ, ദ ടോക്ക് ഷോ വിത്ത് യോർ ഹെൽത്ത് കെയർ എക്സ്പെർട്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ പ്രീതി കോരയാണ്. മാം ഇസ് എ കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്, ഡയറക്ടർ ഓഫ് വിമല ഹെൽത്ത് കെയർ, ലണ്ടൻ കോസ്മെറ്റിക് ഗൈനക്കോളജി സെൻറ്റർ, ഏറ്റുമാനൂർ. ഇന്നത്തെ ഡിസ്കഷൻ ഇസ് വെരി സ്പെഷ്യൽ. അമ്മയായി കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ മാം, ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് നമുക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. പക്ഷേ ഒരു അമ്മയാവാൻ പോകുന്ന ഒരാൾക്ക് അത് എങ്ങനെ ഒരു കെയർ എടുക്കണം, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം വി ഡോണ്ട് നോ. വി ജസ്റ്റ് പ്രിപ്പയറിംഗ് വിത്ത് ലോട്ട് ഓഫ് ദീസ് മീഡിയ ഇൻഫർമേഷൻ, കുറേ അഡ്വൈസസ് നമുക്ക് കിട്ടും. സോ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ഒരു സ്ത്രീ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആക്ച്വലി പോസ്റ്റ് ഡെലിവറി, പോസ്റ്റ് നേറ്റൽ കെയർ ആണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈം. പക്ഷേ അതേസമയം വളരെ സ്ട്രെസ്ഫുള്ളും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ പല സ്ത്രീകളും ഒറ്റയ്ക്കാണ് ചൈൽഡ് കെയർ ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് അവർക്ക് പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പലരും ഒറ്റയ്ക്കാണ് ചൈൽഡ് കെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു സ്ത്രീയുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും, വിച്ച് ക്യാൻ ബി ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ അവർക്ക് സ്ലീപ്ലെസ്നെസ്, രാത്രി കൊച്ചിനെ നോക്കേണ്ടതുകൊണ്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് അതുകൊണ്ട് ഉറക്കക്കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്ട്രെസ് ഉണ്ടാവും. ഏറ്റവും കോമൺ ആയിട്ട് അവർക്ക് കാണുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസാണ്. പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ വെരി കോമൺ. അത് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഇനീഷ്യൽ ഒരു 6 to 8 വീക്സിലാണ് അത് ഏറ്റവും അധികം കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത് അവർക്കുണ്ടാകുന്ന ഇമോഷണൽ പ്രോബ്ലംസ്. അപ്പം ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ ഫാമിലിയും പേരൻസും സൈഡിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ അവർക്ക് കുറേയൊക്കെ അത് ഓവർകം ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെയുള്ളത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ ആദ്യം തന്നെ എന്താ ഉണ്ടാകുന്നത്, വെയിറ്റ് ഗെയിൻ. അപ്പോൾ വെയിറ്റ് ഗെയിൻ പല സ്ത്രീകളുടെ ഒരു വലിയൊരു വിഷമമാണ്. ഞാൻ ഒത്തിരി വെയിറ്റ് ഗെയിൻ ചെയ്തല്ലോ. പക്ഷേ എപ്പോഴും നമ്മൾ മദറാണ്, പാൽ കൊടുക്കുന്നുണ്ട്, കഴിക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വെയിറ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റ് ഡെലിവറി. ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. നോർമൽ ഡെലിവറിക്ക് ശേഷം പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് യൂറിൻ ലീക്ക്. ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ യൂറിൻ ലീക്ക്, അല്ലെങ്കിൽ കൊച്ചിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ യൂറിൻ ലീക്ക് ഉണ്ടാവും. അതൊരു സ്ട്രെസ് ഇൻകോൺഫിഡൻസ് ആണ് അതിന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ടൈമിലി കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് 100% ക്യൂർ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സസൈസസ് ചെയ്യണം, പ്രത്യേകിച്ച് പെൽവിക് ഫ്ലോർ എക്സസൈസസ്. കീഗിൾസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ചെയർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ചെയറിൽ കൂടെ നമ്മൾ പെൽവിക് ഫ്ലോറിനെ ഫോക്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുവാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെൽവിക് ഫ്ലോറിനെ സ്ട്രെങ്തൻ ആക്കാനും ബെറ്റർ ആക്കാനും സാധിക്കും. അതുപോലെ മറ്റുള്ള പ്രോബ്ലംസ്, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ പ്രോബ്ലംസ് ഒക്കെ പ്രഗ്നൻസിയിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പോസ്റ്റ് ഡെലിവറിയും അത് നമ്മൾ ചെക്കപ്പ് ചെയ്ത് അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പിന്നെ പല സ്ത്രീകൾക്കും ഡെലിവറിക്ക് ശേഷം ഇങ്ങനെ വജൈനൽ ഡിസ്ചാർജ്, വെള്ളപ്പോക്ക്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ അതും ടൈംലി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺട്രസെപ്ഷനാണ്. അപ്പോൾ അടുത്തൊരു പ്രഗ്നൻസി, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അടുത്തൊരു പ്രഗ്നൻസിയെക്കുറിച്ച് പ്ലാൻ ചെയ്ത് അതനുസരിച്ച് നമ്മൾ കോൺട്രസെപ്ഷൻ എടുത്താലേ ഉള്ളൂ നമുക്ക് പ്ലാൻ പ്രഗ്നൻസി ഉണ്ടാവുള്ളൂ. നമ്മൾ ഏറ്റവും അധികം ക്ലിനിക്കിൽ കാണുന്ന ഒരു ബേബിക്ക് ഇപ്പം 2-3 മാസം ആയതുകൊണ്ട് എപ്പോഴും ഞാൻ അടുത്ത പ്രഗ്നൻ്റ് ആയി, ഇത് അബോർഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചു വരുന്ന അമ്മമാരാണ്. അപ്പം നമ്മളത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഫിസിക്കൽ ഹെൽത്ത്, വെൽബീങ്, ഇമോഷണൽ വെൽബീങ് ആൻഡ് മെൻ്റൽ വെൽബീങ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് പോസ്റ്റ് നേറ്റൽ ചെയ്യേണ്ടത്. സോ ഇപ്പോൾ ഒരു കുഞ്ഞു വീട്ടിലുണ്ടാകുമ്പോഴത്തേക്കും ഓൾറെഡി ഒരു മദറിൻ്റെ സ്ട്രെസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് മോർ ദാൻ വാട്ട് എനി അതർ ഫാമിലി മെമ്പേഴ്സ് അനുഭവിക്കുന്നേക്കാളും കൂടുതലാണ്. ഇപ്പോൾ അതൊരു ഡിസേബിൾ ആയിട്ടുള്ളൊരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് ലെവൽ ഈവൻ മോർ ആയിരിക്കും. സോ വാട്ട് യു തിങ്ക് ഫാമിലി സപ്പോർട്ട് ആ അമ്മയ്ക്ക് കിട്ടേണ്ടത് ആ ഒരു എൻവയറമെൻറ്റിൽ നിന്ന്? വാട്ട് വുഡ് ഷീ എക്സ്പെക്ട് ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് ബി ക്യാരിഡ്? അപ്പം ഒരു അമ്മയ്ക്കാണ് ഏറ്റവും അധികം കെയർ ഗിവേഴ്സ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഡിസേബിൾ ചൈൽഡ് ഉണ്ടെങ്കിൽ അവനെ കെയർ ചെയ്യുന്നതിൻ്റെ സ്ട്രെസ് ഏറ്റവും അധികം അമ്മയ്ക്കാണ് വരുന്നത്. അപ്പം ബേസിക്കലി അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണം, അതുപോലെ തന്നെ ഫിസിക്കൽ സപ്പോർട്ട് വേണം, മെൻ്റൽ സപ്പോർട്ടും വേണം. ഇമോഷണൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നോക്കി ഈ ചൈൽഡിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ കെയറിങ് കിട്ടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം പലപ്പോഴും ബ്ലെയിമിങ് കൾച്ചർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ബ്ലെയിമിങ് അവോയ്ഡ് ചെയ്യുക, ഇത് എൻ്റെ കുറ്റം കൊണ്ടാണെന്നുള്ളൊരു ഫീലിംഗ് അമ്മയ്ക്ക് വരാതിരിക്കുക. രണ്ടാമത് നമ്മളവർക്ക് കൊടുക്കേണ്ടത് ഫിസിക്കൽ സപ്പോർട്ടാണ്. അതായത് ചൈൽഡ് കെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യണം. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഒരു ഡിസേബിൾ ചൈൽഡിനെങ്കിൽ അതിൻ്റെ മൊത്തം കെയറിങ് റെസ്പോൺസിബിലിറ്റി അമ്മയാണ് എടുക്കുന്നത്, രാത്രി ഉറങ്ങാതിരിക്കുക. അപ്പോൾ അവർക്ക് സ്ലീപ്ലെസ് നൈറ്റ് അവർക്കത്. പക്ഷേ ഹസ്ബൻഡ് വേണമെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ടെന്നല്ലാതെ ഒരു ഫിസിക്കൽ സപ്പോർട്ടിനും ആവശ്യമുണ്ടെങ്കിൽ കെയർ ടേക്കേഴ്സിനെ പുറത്തുനിന്ന് എടുക്കുക. അങ്ങനെ നമുക്ക് അമ്മയുടെ സ്ട്രെസ് കൂടെ കുറയ്ക്കാൻ വേണ്ടി
ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഒരു കുഞ്ഞ് വന്നിരുന്നു. അപ്പോൾ ഈ അമ്മ പറഞ്ഞത് 2 പിള്ളേർ അവരുടെ വീട്ടിൽ. ഒരു കുഞ്ഞ് ഈസ് ആബ്സല്യൂട്ട്ലി നോർമൽ, ഒരു കുഞ്ഞിന് ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞ്. സോ ദ ഹോൾ ഫാമിലി ഈസ് ഇൻ ഫാക്ട് ബ്ലെയിമിങ് ഹെർ. അമ്മയോട് പറയുക നീ കാരണം കൊണ്ട് ആ കൊച്ചിങ്ങനെയായത്. സോ തിങ് ഇസ് അവർ തെറപ്പി എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ലിസണിങ് ഇയേഴ്സാണ് അവർക്ക് വേണ്ടത്. സോ ദി കം ടു വേഴ്സ് ആൻഡ് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് അമ്മ മിക്കവാറും കരച്ചില്ല. ഷീസ് ലൈക്ക് ആരും എന്നെ കേൾക്കാനില്ല, മനസ്സിലാക്കുന്നില്ല. സോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വേർ ഷീ ലീഡിങ് ടു, എന്തായിരിക്കും ആ അമ്മയുടെ മെൻ്റൽ അവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് വേണം. അത് അമ്മയുടെ റെസ്പോൺസിബിലിറ്റീസ് ഇടയ്ക്കൊന്ന് ഷെയർ ചെയ്യാൻ വേറൊരാളും കൂടെ വേണം. അത് പിന്നെ അവർ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് അവർക്ക് സ്ലീപ്ലെസ്നെസ്സും ഇതോ. കാരണം ദ മദർ വിൽ ഗോ ഇൻ ടു ഡിപ്രഷൻ. അതുപോലെ അത് കൂടുതൽ ക്രോണിക് സ്ട്രെസ്സിലേക്കും ക്രോണിക് ഡിപ്രഷനിലേക്കും ഒക്കെ പോകും. അപ്പോൾ നമ്മളത് നേരത്തെ ഫാമിലി മെമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് മദറിനെ, കാരണം മദർ ഇസ് സോൾ ടേക്കർ ഓഫ് ദ ഫാമിലി അല്ലേ. അപ്പോൾ നമ്മുടെ മദർ ബ്രേക്ക് ഡൗൺ ആയാൽ കുഞ്ഞിൻ്റെ ഹെൽത്തും പോവും, ബാക്കി ഹസ്ബൻഡിൻ്റെ ഹെൽത്തും പോകും. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. പിന്നെ പലപ്പോഴും ഇത് ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് അവർ സ്വന്തം സെൽഫ് കെയർ മറന്നു പോകും. അപ്പം മദേഴ്സിൻ്റെ മെയിൻ ഒരു പ്രശ്നം ഡിസേബിൾഡ് ചൈൽഡ് ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ സെൽഫ് കെയർ അവർ മറക്കും. അപ്പം പല ലേഡീസും അസുഖങ്ങളായിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും ഇത്രയും ലേറ്റായിട്ട് ഈ പ്രോബ്ലം ഇത്ര വർഷമായിട്ട് നിങ്ങൾ ട്രബിൾ ചെയ്തിട്ട് എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയും ടൈം കിട്ടിയില്ല, കൊച്ചിനെ നോക്കാനുണ്ടായിരുന്നു, അപ്പോൾ ഹസ്ബൻഡിന് ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സെൽഫ് കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അൺലെസ് യു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, നമ്മളുടെ ഹെൽത്ത് മോശമാകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പം പലപ്പോഴും സ്ത്രീകൾ പീരിയഡ്സ് ഹെവി ആണെങ്കിൽ ഇറഗുലർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് ടൈംലി ഡോക്ടറിനെ കാണേണ്ട ഒരു പ്രശ്നമാണ്. അതുപോലെ യൂറിൻ ലീക്ക് പലപ്പോഴും ഡെലിവറിക്ക് ശേഷം പ്രത്യേകിച്ച് കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള അമ്മമാർ കൊച്ചിനെ ലിഫ്റ്റ് ചെയ്യുമല്ലോ. അപ്പം വെയിറ്റ് പലപ്പോഴും 10 വയസ്സ് 15 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ വരെ അവർ ലിഫ്റ്റ് ചെയ്യും ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ആ വെയിറ്റ് ലിഫ്റ്റിംഗ് കാരണം അവർക്ക് പ്രൊലാപ്സ് ഉണ്ടാകാം, യൂറിൻ ലീക്ക് ചെയ്യാം. അപ്പം അതൊക്കെ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കെയർ ചെയ്താലേ ഉള്ളൂ നമുക്കത് കൺട്രോളിൽ വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഓവറോൾ ഫാമിലിയുടെ സൂയിസൈഡ് ടെൻഡൻസിയും അതുപോലെ സ്ത്രീകൾക്ക് സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ വരുന്നത് കുറയ്ക്കാൻ പറ്റും. ഐ തിങ്ക് ഫിസിക്കൽ ഹെൽത്തിനെ പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്. ഇന്നത്തെ സൊസൈറ്റിയിൽ അവിടെയാണ് നമുക്ക് ഏറ്റവും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത്. ബിക്കോസ് മെൻ്റൽ ഹെൽത്ത് ആർക്കും വലിയ ഇഷ്യൂ അല്ല, അത് സാരില്ല. ഇപ്പോൾ ഒരാൾക്ക് ഡിപ്രഷനാന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മീഡിയയിൽ കണ്ടത് അത് ചുമ്മാ അഭിനയിക്കുക, അത് ചുമ്മാ അവർ അങ്ങനെ പറയുക, ആരും ആ ഒരു മെൻ്റൽ രീതിയിൽ എടുക്കാറില്ല. സോ യൂറിൻ ലീക്ക് എന്ന് പറഞ്ഞു അമ്മമാർക്ക് പോസ്റ്റ് പ്രഗ്നൻസി, എനിക്കിപ്പോൾ കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു കണ്ടീഷൻ, പക്ഷെ അത് അവർക്കൊരു ഫിസിക്കൽ സ്ട്രെസ് അല്ലേ. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു യൂറിൻ ലീക്ക് വരുമ്പോൾ അത് അവർ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഷുഡ് ദി കീപ്പ് ഇറ്റ് ലാസ്റ്റ് വരെ ഓർ ഇമ്മീഡിയറ്റ്ലി അവർ അഡ്രസ്സ് ചെയ്യണോ? ഒരു വളരെ നല്ല ക്വസ്റ്റ്യനാണ്. കാരണം യൂറിൻ ലീക്ക് വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾക്ക് ഡെലിവറിക്ക് ശേഷം കാണുന്ന ഒരു പ്രോബ്ലമാണ്, വിച്ച് ഈസ് നോട്ട് ടോക്ക്ഡ് അബൌട്ട് വെരി ഓപ്പൺലി. കാരണം പലപ്പോഴും ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ യൂറിൻ ലീക്ക് വരുമ്പം പെണ്ണുങ്ങൾ അവരുടെ അമ്മമാരോട് അല്ലെങ്കിൽ ആൻറ്റിമാരോട് ചോദിക്കാം അതൊക്കെ ഞങ്ങൾക്ക് ഉള്ളതാണോ, എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഇറ്റ്സ് നോർമൽ എന്നൊരു നോർമലൈസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണുന്നത്. ഒരു പാഡൊക്കെ വെച്ച് നടന്നാൽ മതി എന്നൊരു ടെൻഡൻസി. പക്ഷെ അത് ശരിയല്ല. പോസ്റ്റ് ഡെലിവറിയിൽ നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് തിരുമാനും കുഴമ്പിട്ട് തിരുമിക്കലും ഒക്കെ ചെയ്യാൻ നോക്കുന്നത് അത് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും ശരീര ഭംഗി കൂട്ടാനും. പക്ഷേ പെൽവിക് ഫ്ലോറാണ് ഒരു ഡെലിവറി സമയത്ത് ഏറ്റവും ട്രോമ അനുഭവിക്കുന്നത്. അപ്പം ബ്ലാഡറിൻ്റെ നെക്കിനുള്ള വീക്ക്നെസ് കാരണമാണ് യൂറിൻ ലീക്ക് ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞിറങ്ങി വരുമ്പോൾ ബ്ലാഡർ നെക്കിൽ മസിൽസ് ഇഞ്ചുറി ആവും. നമ്മളൊരു ബലൂണിൽ നല്ല കാറ്റ് നിറച്ചിട്ട് നല്ലതായിട്ട് നൂല് വെച്ച് കെട്ടിയിട്ട് ബലൂണിൽ ഇടിക്കുവാണെങ്കിൽ കാറ്റ് ലീക്ക് ആവത്തില്ല. അതേപോലെ തന്നെയാണ് ബ്ലാഡറിൻ്റെ അകത്ത് നമ്മൾ മൂത്രം നിറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രെസ് എന്ന് പറയുന്നത് ചുമയ്ക്കുക, തുമ്മുക, ലിഫ്റ്റ് ചെയ്യുക, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്ട്രെസ്സാണ് അതിൻ്റെ അകത്ത് പ്രഷർ കൂട്ടുന്നത്. അപ്പോൾ അത് വരുമ്പോൾ യൂഷ്വലി ബ്ലാഡർ ലീക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ബലൂണിൻ്റെ നൂല് കെട്ടിയത് ലൂസായ എയർ ലീക്ക് ആവുന്ന പോലെ ബ്ലാഡർ നെക്കിൻ്റെ മസിൽസ് അവിടെ ലീക്കായാൽ കുത്തുമ്പോൾ യൂറിൻ ലീക്കാവും. അപ്പോൾ അത് എക്സാക്ട്ലി സെയിം പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് എക്സസൈസിൽ കൂടെ മാത്രമേ ഉള്ളൂ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തിരുമുന്ന കൂടെ തന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. പലപ്പോഴും ഡെലിവറിക്ക് ശേഷം അമ്മമാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കീഗിൾസ് എക്സസൈസ്, അതായത് യൂറിൻ കൺട്രോൾ ചെയ്യുന്ന മസിൽസിനെ ഫോക്കസ് ചെയ്ത് എക്സസൈസ് ചെയ്യണം. പലർക്കും അത് ചെയ്യാൻ സമയം കിട്ടാറില്ല. 10 മിനിറ്റ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതിനുവേണ്ടി ചെയ്യിക്കുന്ന മെഷീൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, വിച്ച് ഈസ് കോൾഡ് ദ മാഗ്നറ്റിക് ചെയർ ഓർ ടെസ്ല ചെയർസ്. അപ്പോൾ ഈ ചെയർസിൽ കൂടെ നമ്മൾ 30 മിനിറ്റ്സ് വെറുതെ വന്നിരുന്നാൽ മതി. പെൽവിക് ഫ്ലോറിനെ ഫോക്കസ് ചെയ്ത് മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയുള്ള എക്സസൈസാണ് അത് ചെയ്യിക്കുന്നത്. മാത്രമല്ല അത് ബാക്ക് പെയിന് വേണ്ടിയും ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതിന് തന്നെ വയറ് കുറയാൻ വേണ്ടി പലപ്പോഴും മമ്മി മേക്ക് ഓവർ എന്നൊക്കെ ഉള്ളതിൻ്റെ അകത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അതാണ്, വയറ് തിരിച്ച് കുറയ്ക്കുക. അപ്പോൾ പലപ്പോഴും സിസേറിയൻ ആണെങ്കിൽ വയറിൻ്റെ മസിൽസ് ഇതുപോലെ ലൂസാവും, നോർമൽ ഡെലിവറി ആണെങ്കിൽ പെൽവിക് ഫ്ലോർ മസിൽസ് ലൂസാവും. അപ്പോൾ ഇത് രണ്ടിനും തിരിച്ച് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു തെറാപ്പിയാണ് ഈ മാഗ്നറ്റിക് ചെയർ. അപ്പം ഇതിൽ കൂടെ നമുക്ക് മസിൽസിനെ തിരിച്ച് സ്ട്രോങ് ആക്കുമ്പോൾ നമുക്ക് യൂറിനിലേക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വജൈനൽ ലാക്സിറ്റി, പലപ്പോഴും നോർമൽ ഡെലിവറി കഴിയുമ്പം ഡെഫിനറ്റ്ലി സ്ത്രീകളുടെ വജൈന ലൂസാവും.
അപ്പോൾ പിന്നീട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിലൊക്കെ പോകുമ്പോൾ അത് വജൈന ലൂസാണെന്നുള്ളൊരു കംപ്ലയിൻറ്റ് ആയിട്ട് പലരും വരാറുണ്ട്. അപ്പോൾ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ഇമ്മീഡിയറ്റ് 6 വീക്സ് പോസ്റ്റ് ഡെലിവറി ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് ഡെലിവറി നമ്മൾ കണ്ടുവരുന്നത് കുറേ ഉഴിച്ചിലുണ്ട്, കുറേ ലേഹ്യങ്ങൾ കഴിക്കണം, കുറേ ആയുർവേദിക് ഇത് കഴിക്കണം. ഐ എം നോട്ട് എ പേഴ്സൺ അഗൈൻസ്റ്റ് എനി ഓഫ് ദ മെഡിക്കൽ കെയർ അറൗണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു എക്സസൈസും കൂടി ചെയ്യണം എന്ന് പലപ്പോഴും പറയുമ്പോഴത്തേക്കും പഴയ അമ്മമാരുണ്ടെങ്കിൽ അവർ പറയും ഓ അനങ്ങരുത് നീങ്ങരുത് എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ മാം എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? സോ വെസ്റ്റ് അമ്മമാർ വന്ന് പറയുന്നത് അവരെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കരുത് എന്നുള്ളത്. ഡെഫിനറ്റ്ലി പണ്ട് എല്ലാവരും അങ്ങനെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഞാൻ പറഞ്ഞല്ലോ അവർ മദേഴ്സ് തന്നെയാണ് കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇപ്പോൾ ഇച്ചിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഡെലിവറിക്ക് ശേഷം 3-4 വീക്സ് കഴിയുമ്പോൾ എന്നിട്ട് ജോലിക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എബ്രോഡ് കുഞ്ഞിനെ ഗ്രാൻഡ് പാരൻസിനാക്കിയിട്ട് അമ്മമാർ പുറത്ത് പോകുന്നതാണ് ഞാൻ കൂടുതലും കാണുന്നത്. അപ്പം ശരിക്കും അവർ നേരെ ഓപ്പോസിറ്റാണ്. അവർ കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് അനങ്ങില്ലെന്ന് പറയുന്ന ട്രെൻഡ് കുറഞ്ഞു. എന്നാലും പണ്ടത്തെ ട്രഡീഷണൽ ബിലീഫിൽ അതുണ്ട്. പക്ഷേ ആ ഒരു അനങ്ങല്ലെന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു റെസ്റ്റ് നല്ലതാണ്. ഇനീഷ്യലി ഒരു 3-4 വീക്സ് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മോസ്റ്റ്ലി എക്സസൈസസ് റെക്കമെൻഡ് ആഫ്റ്റർ 4-6 വീക്സ്. ആൻഡ് ദാറ്റ് എക്സസൈസസ് ഷുഡ് സ്റ്റാർട്ട് ഒരു 6 വീക്സ് തൊട്ട് തുടങ്ങുവാണെങ്കിൽ അത് നല്ലതായിട്ട് കോർ മസിൽ ട്രെയിനിങ് എക്സസൈസസ്, പെൽവിക് ഫ്ലോർ എക്സസൈസസ്, വെയിറ്റ് മാനേജ്മെൻറ്റ് ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഓവർ വെയിറ്റ് ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഒന്ന് കുറയ്ക്കാം. യെസ്, ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ഞാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ തെറപ്പിക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഇഫ് ദ മദർ ഹാസ് എ സെക്കൻഡ് ചൈൽഡ് അവർ പുറത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് കഴിപ്പാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ വീട്ടിൽ ഇല്ലല്ലേ അടുത്ത കൊച്ചിന് പാല് കൊടുക്കണം, ഭയങ്കര നമ്മൾ ഫിറ്റായിരുന്നെങ്കിൽ പിന്നെ കൊച്ചെങ്ങനെയാണ്. അപ്പോൾ ഐ ഓൾവേസ് കീപ് തിങ്കിങ് ഇസ് ഇറ്റ് റൈറ്റ് നമ്മളങ്ങനെ ഓവർ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറേ കഴിച്ചിട്ട് ദെൻ യു ട്രൈ ടു ഡു സംതിങ്. പിന്നെ എന്നാണെന്നുണ്ടെങ്കിൽ ഒബീസിറ്റി. സോ ഒബീസിറ്റി ഭയങ്കര കൂടുതലായിട്ട് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ദ ഡേ ദാറ്റ് യു സ്റ്റോപ്പ് ബ്രസ്റ്റ് മിൽക്ക് ഫ്രം ദാറ്റ് ഡേ വെയിറ്റ് ഗെയിൻ ചെയ്യും. അത് എത്രത്തോളം ട്രൂ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഐ ഹേർഡ് ഇറ്റ് വെരി കോമൺലി. അപ്പോൾ അങ്ങനെ ഡു യു തിങ്ക് മാം അങ്ങനെ ഒരു വെയിറ്റ് ഗെയിൻ ഒബീസിറ്റിയിലേക്ക് പോകാനായിട്ടുള്ളൊരു ചാൻസസ് ഉണ്ടോ അമ്മമാർക്ക് ആഫ്റ്റർ പ്രഗ്നൻസി വൺസ് യു സ്റ്റോപ്പ് ദ ബ്രസ്റ്റ് മിൽക്ക്? ഡെഫിനറ്റ്ലി ഹോർമോണൽ ചേഞ്ച് കാരണം സ്ത്രീകൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു സമയമാണ് പോസ്റ്റ് ഡെലിവറി. നമുക്ക് പ്രഗ്നൻസി സമയത്തും പോസ്റ്റ് ഡെലിവറി സമയത്ത് അതുപോലെ മെനോപോസ് ആവുന്ന സമയത്ത് ഈ 3 സമയത്താണ് സ്ത്രീകൾക്ക് കൂടുതലും വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത്. അതവരുടെ ഹോർമോണൽ ചേഞ്ചാണ് എൻ്റെ വൺ ഓഫ് ദ റീസൺ. ഗോട്ട് ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ഹാവ് ഒബീസിറ്റി എന്നിട്ട് ഹെൽത്ത് ഇഷ്യൂസ് അസോസിയേറ്റഡ് ആയിട്ട് വി ഡോണ്ട് വാണ്ട് ടു ഹാവ് ദാറ്റ് ഇൻ വിമൻ. അപ്പോൾ അത് എന്താ അവർ ശ്രദ്ധിക്കേണ്ടത്? ഡെഫിനറ്റ്ലി ഒരു യങ്ങർ ഏജ് തൊട്ട് നമ്മൾ പെൺകുട്ടികളെ ഡയറ്റ് ആൻഡ് എക്സസൈസിൻ്റെ ശീലം അത് നമ്മൾ ടീനേജിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഡയറ്റ് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് ചെറുപ്പത്തിലെ പഠിക്കുവാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസിൻ്റെ ഇൻസിഡൻസ് കുറയും. അപ്പോൾ അവർ പ്രഗ്നൻസിയിൽ കയറുമ്പോൾ തന്നെ പ്രീ പ്രഗ്നൻസിയിൽ വെയിറ്റ് കുറവായിരിക്കും. പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതെന്നു വെച്ചാൽ നമ്മുടെ പെൺകുട്ടികൾ പ്രഗ്നൻസി കയറുന്നത് തന്നെ ഓവർ വെയിറ്റ് ആയിട്ടാണ്. പിന്നെ ഡെലിവറിക്ക് ശേഷം അവർ വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ നോർമൽ വെയിറ്റുള്ള ഒരാൾ പ്രഗ്നൻസിയിൽ കയറിയിട്ട് പ്രഗ്നൻസിക്ക് ശേഷം പ്രീ പ്രഗ്നൻസി വെയിറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഡയറ്റും എക്സസൈസ് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ ബേസ്ഡ് ഡയറ്റാണ്. അപ്പോൾ നമുക്ക് പാല് നന്നായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒത്തിരി കാർബോഹൈഡ്രേറ്റ് അതായത് ചോറ്, ചപ്പാത്തി അതുപോലത്തെ എല്ലാ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റുകളും കുറയ്ക്കുക. നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഡയറ്റിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഡെലിവറിക്ക് ശേഷം ഒരു 6 വീക്സിനാകുമ്പോൾ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പീരിയഡ് ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അതും നമ്മൾ നോർമൽ ആക്കുമ്പം ഹോർമോണൽ ചേഞ്ചസ് കുറയും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.